ഉള്ളൂ. ഇതേ ഉള്ളൂ എൻ്റെ മോള്, ഒറ്റ മോളെ. ദൂരെ വിട്ടാൽ സന്തോഷമുണ്ട്, ഇപ്പോൾ സങ്കടമുണ്ട്. എപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ള വിഷമമുണ്ട് എനിക്ക്. എപ്പോഴും ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുവരുന്ന ഒരു മകളാണ് എൻ്റെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, എന്നാലും ഒപ്പം സന്തോഷമുണ്ട്. എനിക്ക് നല്ലൊരു മോള് മാത്രമല്ല, എനിക്കൊരു മോനും കൂടെ കിട്ടി, നല്ലൊരു മോനെയും കൂടെ കിട്ടി. ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഒരു അച്ഛനെയും നല്ലൊരു അമ്മയും ഒക്കെ കിട്ടി. ഇപ്പൊ വീട്ടില് അമ്മ നേരത്തെ പറഞ്ഞു അവിടുന്ന് വീട്ടില് അങ്ങനെ ജോലിയൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. ഒന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ആകെ നൂഡിൽസ് ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും, ഇത് മാത്രമേ അവൾ ഉണ്ടാക്കുള്ളായിരുന്നു. ചെയ്യിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അതിശയമായിരുന്നു, എൻ്റെ മകൾ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുള്ള അതിശയമാണ്. അവൾക്കത് ചെയ്യാൻ പറ്റുമോ, അവൾ ചെയ്യുമോ എന്നുള്ള ഒരു ഇത്. അപ്പൊ അതുവരെ അമ്മ അന്നേരം ഞാൻ വീട്ടിൽ കല്യാണം കഴിക്കുമ്പോ ഞാൻ പഠിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല. ഇല്ല, അവളെല്ലാം തനിയെ ചെയ്യാണ്. കറി വെച്ചതിന് ശേഷം എനിക്ക് അയച്ചു തരും. എനിക്ക് കുഴപ്പമില്ല. അവള് എന്താ പറയാ വെക്കുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറയും. ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എരിവ് മാത്രം ഏത് കറി വെച്ചാലും അവൾ എനിക്ക് അയച്ചു തരും. അമ്മ ഈ കറി നന്നായോ, ഇത് കൊള്ളാമോ, ഞാൻ ചെമ്മീൻ കറി വെച്ചു. അങ്ങനെ ഓരോ കറി വെക്കുമ്പോഴും എനിക്ക് അയച്ചു തരാണ്. ഞാൻ പറയും നന്നായി മോളെ, നല്ല കറികളൊക്കെ വെക്കാൻ പഠിക്കണം, ഓരോന്നോരോന്ന് പഠിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു കുഞ്ഞിനോട്. വീട്ടിൽ കറിയൊക്കെ വെക്കുന്ന അവള് തന്നെ. ഞാൻ പറഞ്ഞ ചോറ് മാത്രമാണ് അമ്മ വറക്കുന്നത്, തുടക്കല്. ഏട്ടൻ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സവോള അങ്ങനത്തെ ഒക്കെ അരിഞ്ഞു കൊടുക്കും. പിന്നെ ഏട്ടനാ കുക്ക് ചെയ്യും. പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനാ ചിക്കൻ കറി വെക്കും. എനിക്ക് തോന്നുന്നു കോഴിക്കോടത്തെ സ്റ്റൈലല്ല, അവിടുത്തെ ഒരു രീതി ചിക്കൻ കറി പല പല വെറൈറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള. നമ്മളിവിടെ ചിക്കൻ വാങ്ങിയാൽ കട്ട് ചെയ്യൂല, നമ്മള് ചെറിയ പീസാക്കി ചെറിയ നമ്മളെ പടുക്ക ക്ലീൻ ചെയ്ത് ഒക്കെ ആക്കിയ